ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മിനിറ്റുകൾക്കുള്ളിൽ കുക്കർ ഉപയോഗിച്ച് അടിപൊളി ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ യമ്മി ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 4 കോഴിമുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ച കോഴിമുട്ടയാണെങ്കിൽ പുറത്തേക്ക് എടുത്തു വെക്കുക. തണുപ്പ് പോയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഈ കോഴിമുട്ട ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ച് മീഡിയം സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ കയ്യിലില്ലാത്തവരാണെങ്കിൽ ഒരു ഹാൻഡ് വിസ്കോ അതല്ലെങ്കിൽ ഫോർക്കോ വെച്ച് കുറച്ചധികം സമയം തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ കോഴിമുട്ട 1 മിനിറ്റ് നേരം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും 1 മിനിറ്റ് നേരം മീഡിയം സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയും കോഴിമുട്ടയും കൂടി നമ്മളിവിടെ 1 മിനിറ്റ് നേരം വീണ്ടും ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓയിലാണ്. നമ്മൾ പഞ്ചസാര ഏത് കപ്പിലാണോ അളന്നെടുത്തുള്ളത് അതേ കപ്പിൽ തന്നെയാണ് നമ്മളും ഓയിൽ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയം ബീറ്റ് ചെയ്യരുത്, അല്പം മാത്രം ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും മതി. ഇപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസുകൾ ഒന്ന് തരിച്ചെടുക്കണം. അതിനു വേണ്ടി നമ്മളിവിടെ ഒരു ബൗളിൻ്റെ മീതെ ഒരു സ്റ്റെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കൊക്ക പൗഡർ ആവശ്യമുണ്ട്. 3 ടേബിൾ സ്പൂൺ അളവിലുള്ള ഡാർക്ക് കൊക്ക പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൊക്ക പൗഡർ ഇപ്പോൾ എല്ലായിടങ്ങളിലും അവൈലബിൾ ആണ്. അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചോദിച്ചാൽ കൊക്ക പൗഡർ ഇപ്പോൾ കിട്ടും. 3 ടേബിൾ സ്പൂൺ അളവിലുള്ള കൊക്ക പൗഡർ വടിച്ചെടുത്താണ് നമ്മൾ ഈ സ്റ്റെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അളവുകൾ കറക്റ്റ് ആകണമെങ്കിൽ നമ്മൾ വടിച്ച് തന്നെ എടുക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൈദയാണ്. മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദ എടുക്കുക. അതിനുശേഷം കൊക്ക പൗഡർ അളന്നെടുത്തിട്ടുള്ള ടേബിൾ സ്പൂൺ കൊണ്ട് 3 ടേബിൾ സ്പൂൺ അളവിലുള്ള മൈദ ഇതിൽ നിന്ന് മാറ്റുക. അപ്പോഴേ നമുക്ക് മെഷർമെൻറ്റ് കറക്റ്റ് ആവുള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള മൈദ സ്റ്റെയിനറിലേക്ക് ഇട്ട് നന്നായിട്ട് തരിച്ചെടുക്കുക. ഒട്ടും തന്നെ തരികളില്ലാതെ വേണം നമ്മുടെ മൈദയും കൊക്ക പൗഡറൊക്കെ തരിച്ചെടുക്കാൻ. ഇപ്പം നമ്മൾ പകുതി തരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി മൈദ കൂടി ഈ സ്റ്റെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മൈദയുടെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തരിച്ചെടുക്കുക. 2 തവണയെങ്കിലും നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസുകൾ തരിച്ചെടുക്കണം. എത്രത്തോളം നമ്മൾ തരിച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസുകൾ 2 തവണ നമ്മൾ തരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് ബാറ്ററിലേക്ക് ആദ്യം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്, ആദ്യം പകുതി ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസ്ക് വെച്ച് വളരെ സാവധാനം തന്നെ ഒരേ ഡയറക്ഷനിലേക്ക് തിരിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഈ കേക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പം നമ്മൾ പകുതി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വേണം ഇത് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ കേക്ക് ബാറ്ററിനോട് അല്പം സോഫ്റ്റ് ആയിട്ട് തന്നെ പെരുമാറാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഏകദേശം 2 മിനിറ്റ് സമയം എടുത്തിട്ടാണ് നമ്മൾ കേക്ക് ബാറ്റർ നന്നായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അതിനു വേണ്ടി നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഒരു ബട്ടർ പേപ്പർ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ നമ്മൾ അല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ 4 പുറവും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കരുത്, അപ്പോൾ കേക്ക് നല്ല ഹാർഡായി പോകും. ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ മാത്രമേ നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്യാവൂ. അതിനുശേഷം നമുക്ക് ഈ കേക്ക് ബാറ്റർ മുഴുവനായിട്ടും കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ മുഴുവനായിട്ടും കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്യുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിനി കുക്കർ അടച്ചു വെക്കാം.
കുക്കർ അടച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള വെയിറ്റ് ഊരി വെക്കാം. വെയിറ്റ് ആവശ്യമില്ല. വെയിറ്റ് ഊരിയതിന് ശേഷം നമുക്ക് ഇനി കുക്കർ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഗ്യാസിൽ നമ്മൾ ഒരു തവ വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഈ തവ. അതിനുശേഷമാണ് നമ്മൾ ഈ കുക്കർ വെച്ച് കൊടുക്കുന്നത്. കുക്കർ വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം 25 മിനിറ്റ് നേരമെങ്കിലും ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരിക്കലും കുക്കർ തുറന്നു നോക്കരുത്. അപ്പോൾ പിന്നെ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. 25 മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ കേക്ക് ബേക്ക് ആകാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 25 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ഉള്ള് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. അതിനു വേണ്ടി നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. നമ്മുടെ കേക്കിൻ്റെ ഉൾവശവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതിനർത്ഥം നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നാണ്. ഇനി നമുക്ക് കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഈ കുക്കറിൽ നിന്ന് എടുക്കാവൂ. പെട്ടെന്നൊന്നും കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ കേക്ക് തന്നെ പുറത്തേക്ക് എടുക്കാൻ നമുക്ക് പറ്റും. അരമണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമ്മുടെ കേക്ക് വന്നിട്ടുള്ളത്. തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ഈ ബട്ടർ പേപ്പർ ഊരി മാറ്റാം. ഇപ്പോൾ ബട്ടർ പേപ്പർ നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ പിൻവശം ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ കേക്ക് ഐസിങ് ഒന്നും ചെയ്യുന്നില്ല. എങ്കിലും ചെറിയൊരു ഡെക്കറേഷൻ നമുക്കിതിന് കൊടുക്കാം. അതിനുവേണ്ടി ഇതിൻ്റെ നടുഭാഗത്ത് ഒരു ലവ് ചിഹ്നം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ലവ് കട്ടറാണ്. ഈ കട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ നടുവശത്തു നിന്നും നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലവ് ചിഹ്നത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ലവ് ചിഹ്നത്തിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. കേക്കിനെല്ലാം ഡെക്കറേഷൻ ചെയ്യുന്ന സ്പ്രിങ്കിൾസ് ആണിത്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ സ്പ്രിങ്കിൾസ് ഇട്ടിട്ട് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഡെക്കറേഷൻ മാത്രം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സൂപ്പർ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.